മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസ. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ആരാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനില്ലെന്നും നിയമം അനുവദിക്കാത്ത കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ടാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഹംസ വ്യക്തമാക്കി. സർക്കാരിനോട് മത്സരിക്കാനല്ല വഖഫ് ബോർഡിന്റെ നിലപാടെന്നും സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാനാണ് താൽപര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോ മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞത് വഖഫ് ബോർഡാണ് ഈ ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ള വഖഫ് ബോർഡ് വീണ്ടും മുസ്ലിങ്ങളെ നിയമിക്കണമെന്നുള്ള സുപ്രീം കോടതിയിലടക്കം വഖഫ് ബോർഡ് എടുത്ത നിലപാടാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ഇതിനുള്ള മറുപടിയായിട്ട് വഖഫ് ബോർഡിനെയാണ് പ്രതിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി നിർത്തുന്നത്. ഓക്കെ, അത് കേട്ടു. അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, ഒന്നുകൂടി കടത്തി പറഞ്ഞു. ഇത്തവണ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടു, ഞങ്ങൾ 2 നോൺ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊള്ളാം, ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ്. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ അഡ്വൈസ് കൊടുക്കുന്നത് എന്ന് പറയാൻ അറിയില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് ഉള്ളത് അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി? ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് അപ്പോയിന്റ് ചെയ്യാനുള്ളത്? ഞങ്ങൾ വഖഫ് ബോർഡ് അപ്പോയിന്റ് ചെയ്തു കൊള്ളാം എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമില്ലല്ലോ. ഒന്നാമത്തത് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, സുപ്രീം കോടതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ഹുദൈഫ അഹമ്മദി, മുൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദിയുടെ മകൻ, സീനിയർ അഡ്വക്കേറ്റ്, പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ഹുദൈഫ അഹമ്മദിയുടെ കീഴിലാണ് അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇമ്മാതിരി വിഡിത്തൊക്കെ അവർ വിളമ്പുമോ? ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നത് സമ്മതിച്ചു എന്നാണ്, വിരോധമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. വഖഫ് വിഷയങ്ങളിൽ കോടതിയെ സമീപിക്കുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടത് UDF ഭരണകാലത്താണെന്നും BJP ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പരാതികൾക്കും ഒരേ സ്വഭാവമാണുള്ളതെന്നും ഹംസ പറഞ്ഞു. കേസിൽ ബോർഡിന്റെ നിലപാട് ഹൈക്കോടതിയിൽ വിശദീകരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് നോക്കൂ, ഓർഡർ കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫോർ ദ വഖഫ് ബോർഡ് ഹാസ് ദ ലാൻഡ് കൗൺസിൽ, ഞങ്ങളുടെ വക്കീൽ കൗൺസിൽ ഓഫ് വഖഫ് ബോർഡ് ഹാസ് സബ്മിറ്റഡ് ദാറ്റ് he had not yet received the statement filed on behalf of the second respondent. അഥവാ ഗവൺമെന്റിന് വേണ്ടി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം നീട്ടിത്തരണം, മാറ്റർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മാത്രമല്ല, ഇറ്റ് ഈസ് further submitted that the non-Muslim members could not have been appointed in view of pendency of matters before the Honorable Supreme Court. ജഡ്ജി പറഞ്ഞാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞാണ്, വഖഫ് ബോർഡിന്റെ വക്കീല് മാറ്റർ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം, മാത്രമല്ല 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം സുപ്രീം കോടതിയിൽ ആ കേസ് പെൻഡിംഗ് ആണ്, അത് തീരുന്ന മുറയ്ക്ക് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ, അതിന് അനുവാദം വേണം എന്ന രീതിയിൽ ബോർഡിന് വേണ്ടി പറയുന്നു. മുനമ്പം വിഷയത്തിൽ സർക്കാർ തന്നെയാണ് അനാവശ്യമായി ഇടപെട്ട പ്രശ്നം സങ്കീർണമാക്കിയതെന്നും വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടതുപോലെയാണ് സർക്കാർ ചെയ്തതെന്നും ഹംസ വിമർശിച്ചു. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുനമ്പം വിഷയത്തിൽ ചർച്ചയിലൂടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.